അതെ, എല്ലാവരും കാത്തിരിക്കുന്ന നെയ്മർ ജാർ ഈ 2026 ലോകകപ്പ് കളിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ നെയ്മറിനെ കൊണ്ട് വലിയ കാര്യമുണ്ടോ? ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മരുന്നുള്ള ബ്രസീലിന് ഈ നെയ്മർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണോ? നമുക്ക് ഈ വീഡിയോ മൊത്തം നെയ്മറിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാം. 2026 ലോകകപ്പിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ ആദ്യം കേൾക്കപ്പെട്ട പേരുകൾ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിരുന്നു. കാരണം ലോകം മുഴുവൻ ഇത് അവരുടെ അവസാന ലോകകപ്പ് ആയിരിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതേ സമയത്ത് മറ്റൊരു വലിയ പേര് വളരെ ശാന്തമായി പിന്നിലേക്ക് തള്ളപ്പെട്ടു. അതെ, നെയ്മർ ജാർ. ഒരു സമയത്ത് ലോക ഫുട്ബോളിന്റെ ഫ്യൂച്ചർ കിങ് എന്ന് വിളിക്കപ്പെട്ട താരത്തെക്കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങിയ വാക്കുകൾ എന്തായിരുന്നു? ഇഞ്ചുറി പ്ലെയർ, പാർട്ടി പ്ലെയർ, ഫിനിഷ്ഡ് പ്ലെയർ. 2022 ലോകകപ്പിന് ശേഷം ബ്രസീലിന്റെ ആത്മവിശ്വാസം പോലും തകർന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. മെസ്സി വരും, റൊണാൾഡോ വരും, പക്ഷെ നെയ്മർ ഇല്ലാത്ത ലോകകപ്പ് നടക്കുമോ എന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? എല്ലാം മാറി. കാർലോ ആൻസലോട്ടി ബ്രസീലിന്റെ സ്ക്വാഡിൽ നെയ്മറെ ഉൾപ്പെടുത്തി. അതോടെ ലോകകപ്പിന്റെ വൈബ് തന്നെ മാറി. ഇത് വെറും ഒരു പ്ലെയർ ഇൻക്ലൂഷൻ അല്ല, ഇത് നൊസ്റ്റാൾജിയയുടെ തിരിച്ചുവരവാണ്. കാരണം നെയ്മർ കളിക്കുമ്പോൾ ഫുട്ബോൾ മാച്ച് ഒരു മാച്ചായി തോന്നാറില്ല. എപ്പോൾ വേണമെങ്കിലും അൺപ്രഡിക്റ്റബിൾ മാജിക് കാണിക്കാനുള്ള ഒരു താരമാണ് നെയ്മർ ജാർ. ബ്രസീൽ ആരാധകർക്ക് അദ്ദേഹം വെറും ഒരു ഗോൾ സ്കോറർ അല്ല, ഇമോഷൻസ് ആണ്. 2014 ലോകകപ്പിൽ ബാക്ക് ഇഞ്ചുറി കൊണ്ട് കരഞ്ഞു പുറത്തുപോയ ആ മുഖം, 2018 ക്രിറ്റിസിസം സഹിച്ച താരം, 2022 ക്രൊയേഷ്യക്കെതിരെ പുറത്തായപ്പോൾ തകർന്ന കണ്ണുകൾ, ഇതെല്ലാം ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നെയ്മർ തിരിച്ചെത്തുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഫുട്ബോൾ ഫാൻസ് സഡൻലി വീണ്ടും വേൾഡ് കപ്പിനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം സത്യം പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായി ഇന്റർനാഷണൽ ഫുട്ബോളിൽ എന്റർടൈൻമെന്റ് കുറയുന്നുണ്ടോ ഒരു ഫീലിംഗ് ആരാധകർക്കുണ്ടായിരുന്നു. ടീംസ് ടാക്ടിക്കലായി മാറി, റോബോട്ടിക് ഫുട്ബോൾ കൂടി. പക്ഷേ നെയ്മർ പോലുള്ള താരങ്ങൾ മാച്ചിനെ കൺട്രോൾ ചെയ്യില്ല, മാച്ചിനെ ഇഗ്നേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ വലിയ ചോദ്യം എന്തെന്ന് വെച്ചാൽ, നെയ്മർ വന്നതുകൊണ്ട് ബ്രസീലിന് ശരിക്കും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ബ്രസീലിനെതിരെ കളിക്കുന്ന ടീമുകൾക്ക് ഇപ്പോൾ വീണ്ടും അൺപ്രഡിക്റ്റബിലിറ്റി പേടി വരും. കാരണം നെയ്മർ ഫിറ്റ് ആയിരിക്കുമ്പോൾ ഒറ്റൊരു പാസ് കൊണ്ട് മാച്ച് തിരിക്കാൻ കഴിയുന്ന താരമാണ്. യങ് പ്ലെയേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാകും. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, എൻട്രിക് പോലെയുള്ള താരങ്ങൾ ടാലന്റ് ഉള്ളവരാണ്. പക്ഷെ വേൾഡ് കപ്പ് പ്രഷർ വേറെയാണ്. നെയ്മർ ഉണ്ടെങ്കിൽ സ്പോട്ട്ലൈറ്റ് മുഴുവൻ യങ്സ്റ്റാർ മുകളിൽ മാത്രം വരില്ല. പ്രഷർ ഷെയർ ചെയ്യാൻ നെയ്മർ മുൻപന്തിയിലുണ്ടാകും. അതെ, എല്ലാവരും നെയ്മറിലേക്ക് പോകും. മൂന്നാമത്, ബ്രസീലിന്റെ ഐഡന്റിറ്റി തിരിച്ചു വന്നു. കഴിഞ്ഞ കുറച്ചു വർഷമായി ബ്രസീൽ യൂറോപ്യൻ ടീമുകളെ ഇന്റിമേറ്റ് ചെയ്യുന്നത് പോലെ തോന്നി. സ്ട്രക്ചേർഡ് ഫുട്ബോൾ, സേഫ് ഫുട്ബോൾ, കൺട്രോൾഡ് ഫുട്ബോൾ. പക്ഷേ ബ്രസീലിനെ ലോകം സ്നേഹിച്ചത് സാംബ ഫുട്ബോൾ കൊണ്ടാണ്, ഫ്ലയർ കൊണ്ടാണ്. നെയ്മർ ആ ഐഡന്റിറ്റിയുടെ അവസാന സിംബലാണ്. പക്ഷേ ആരാധകർക്ക് ഇപ്പോഴും ഒരു പേടിയുണ്ട്. നെയ്മർ കൂടുതൽ മാച്ചസ് മിസ് ചെയ്യുമോ, അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇഞ്ചുറി വരുമോ എന്നതൊക്കെ. അതൊരു ജെന്യുവൻ ഫിയർ ആണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ ഏറ്റവും കൂടുതൽ തകർത്തത് ഇഞ്ചുറീസ് ആണ്. യാസുവൽ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്ലെയറിന് കൺസിസ്റ്റൻസി വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ബ്രസീൽ ഫാൻസിന് ഇപ്പോഴും ആ ഒരു പേടി ഉണ്ടാകാം. അവൻ ഫിറ്റ് ആയിരുന്ന ലോകകപ്പ് മാറ്റിമറിക്കും. പക്ഷെ ഫിറ്റ് ആയിരിക്കുമോ, ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. ബ്രസീലിന്റെ വേൾഡ് കപ്പ് ചാൻസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? സത്യം പറഞ്ഞാൽ ബ്രസീൽ ഇപ്പോൾ ഫേവറേറ്റ് ലിസ്റ്റിൽ ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ ക്ലിയർ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വേൾഡ് കപ്പ് വളരെ ഡേഞ്ചറസ് ആണ്. അർജന്റീന ഇപ്പോഴും ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആണ്. മെസ്സിയുടെ അവസാന ഡാൻസ് നരേറ്റീവ് അവർക്കുണ്ട്. ഫ്രാൻസ് സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് മോൺസ്റ്റാർ ടീമാകാം. ഇംഗ്ലണ്ട് ഇപ്പോൾ ബാലൻസ്ഡ് സ്ക്വാഡായി മാറിയിട്ടുണ്ട്. പോർച്ചുഗൽ പോലും റൊണാൾഡോയുടെ അവസാന മിഷൻ മോഡിൽ ഡേഞ്ചറസ് ആണ്. സ്പെയിനും യങ് ടാലന്റ് കൊണ്ട് എക്സ്പ്ലോസീവ് ആണ്. പക്ഷേ ബ്രസീലിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അതെ, ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഒരു ബാഡ് മാച്ച് പോലും സഡൻലി ജീനിയസ് മൊമെന്റ് കൊണ്ട് ജയിക്കാൻ കഴിയുന്ന താരങ്ങൾ ബ്രസീലിനുണ്ട്. വിനീഷ്യസിന്റെ റൺ, നെയ്മറുടെ അസിസ്റ്റ്, റോഡ്രിഗോയുടെ ഫിനിഷിംഗ് മാച്ച് കംപ്ലീറ്റ്ലായി മാറും. ഗ്രൂപ്പ് സ്റ്റേജ് നോക്കിയാൽ ബ്രസീൽ റിലേറ്റീവ്ലി കംഫർട്ടബിൾ ആണ്. റിപ്പോർട്ട് പ്രകാരം അവരുടെ ഗ്രൂപ്പിൽ യൂറോപ്യൻ ഗൈൻഡ് ഒന്നുമില്ല. അതുകൊണ്ട് നോക്കൌട്ട് സ്റ്റേജ് വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് ഈസിയാണെന്ന് അലോൺ കൊണ്ട് ട്രോഫീസ് കിട്ടുകയില്ല. ബ്രസീലിന്റെ റിയൽ ടെസ്റ്റ് ക്വാർട്ടർ ഫൈനൽ മുതൽ തുടങ്ങും. അതാണ് അവർ പലതവണ ഫെയിലായ സ്റ്റേജും. 2018 ബെൽജിയം, 2022 ക്രൊയേഷ്യ. ഈ സമയത്തും ബ്രസീൽ ടെക്നിക്കലി ബെറ്റർ ആയ ടീമായിരുന്നു. പക്ഷെ ഇമോഷണലി കൊളാപ്സ് ചെയ്തു. അതാണ് ഇപ്പോൾ ആൻസലോട്ടി മാറ്റാൻ ശ്രമിക്കുന്നത്. കാർലോ ആൻസലോട്ടി വന്നതിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് കാംനെസ് ആണ്. അദ്ദേഹം ഈഗോലെസ് കോച്ചാണ്. ഡ്രസ്സിംഗ് റൂം കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ആളാണ്. റയൽ മാഡ്രിഡിൽ സ്റ്റാർസ് മാനേജ് ചെയ്ത എക്സ്പീരിയൻസ് ബ്രസീലിന് ഇപ്പോൾ വലിയ വെപ്പണാണ്. നെയ്മർ പോലുള്ള ഇമോഷണൽ പ്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പോലും ആൻസലോട്ടി പെർഫെക്റ്റ് കോച്ചാണെന്ന് ഫാൻസ് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഫുട്ബോൾ ഫാൻസിന് ഏറ്റവും എക്സൈറ്റിംഗ് ടഫ് എന്താണെന്ന് അറിയാമോ? മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഈ 3 ലെജൻസ് ഒരേ വേൾഡ് കപ്പിൽ അവസാനമായി കളിക്കുന്ന പോസിബിലിറ്റി ഉണ്ട്. ഫുട്ബോളിന്റെ ഒരു എറ അവസാനിപ്പിക്കാൻ പോകുന്ന ഫീലിംഗ്സ് ആണ് ഇപ്പോൾ ലോകത്തിന്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ റിട്ടേൺ സിമ്പിൾ സ്ക്വാഡ് ന്യൂസ് അല്ല, അത് വേൾഡ് കപ്പിന്റെ ഇമോഷണൽ ലെവൽ ഉയർത്തിയ വാർത്തയാണ്. കാരണം ഈ 3 ലെജൻസും വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ട്.
മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയതുകൊണ്ട് അവർ അർഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അർജന്റീന ടീം പെർഫെക്റ്റ് ആണ്. ബാക്ക് ടു ബാക്ക് ലോകകപ്പ് എടുക്കാനുള്ള വരവും അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. വേൾഡ് കപ്പ് ഡേയ്സ് കൗണ്ട് ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു.